നോർമലി ഡോക്യുമെന്റ്സിൽ അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ പ്ലസ് കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാവോ, അതോ വേറെ എന്തെങ്കിലും കൂടെ ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, പറയാം. കമ്പനിയുടെ ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫയലിങ്സും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻസും ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിക്കും. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട് 30 ദിവസത്തിനുള്ളിൽ ഡയറക്ടേഴ്സ് ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ CA ഫേമിനെയോ ഫസ്റ്റ് ഓഡിറ്ററായി അപ്പോയിൻറ്റ് ചെയ്യണം. ഈ വിവരം ADT 1 എന്ന ഫോമിലൂടെ MCAയുടെ സൈറ്റിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ഓഡിറ്ററുടെ കേസിൽ ഇത് മാൻഡേറ്ററി അല്ല, പക്ഷേ ഒരു പ്രോപ്പർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ADT 1 ഫയൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ സബ്സിക്വൻ്റ് ഓഡിറ്റേഴ്സിൻ്റെ കേസിൽ കമ്പൽസറിയായി അത് ചെയ്തു പോകേണ്ടതാണ്. കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് കൊമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന INC 20A ഫയലിംഗ് ആണ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട് 180 ദിവസത്തിനുള്ളിൽ ഇത്തരം ഒരു ഫയലിംഗ് നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. 3 സ്റ്റെപ്സാണ് ഇതിനുള്ളത്, അല്ലെങ്കിൽ 3 അപ്ലോഡിംഗ് ആണ് ഇതിനുള്ളത്. ഒന്ന്, നിങ്ങളുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കമ്പനിയുടെ അക്കൗണ്ടിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രൂഫായി നമ്മൾ അപ്ലോഡ് ചെയ്യണം. രണ്ടാമത്തെ അപ്ലോഡിംഗ് എന്ന് പറയുന്നത് 2 ഫോട്ടോകളുടെ അപ്ലോഡിംഗ് ആണ്. അത് ഒന്ന്, കമ്പനിയുടെ നെയിം കാണിച്ചുകൊണ്ടുള്ള പ്രെമിസസിൻ്റെ ഫോട്ടോയും ഏതെങ്കിലും ഒരു ഡയറക്ടർ പ്രെമിസസിനുള്ളിൽ ഉള്ളതായുള്ള ഫോട്ടോയും. ഈ 2 ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ INC 20A ഫയലിങ്ങിന് ഏതെങ്കിലും ഒരു ഡയറക്ടറെ ഓതറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡ് റെസൊല്യൂഷൻ ആവശ്യമാണ്. അതുകൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പ്രോപ്പറായി ബാക്കി കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്ത് ഈ INC 20A ഫയൽ ചെയ്യുന്നത് നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ കമ്പനിക്ക് 50,000 രൂപ വരെ പെനൽറ്റിയും ഓരോ ഡയറക്ടർക്കും 1000 രൂപ പെർ ഡേ പെനൽറ്റിയുമുണ്ട്, അപ് ടു 1 lakh. സോ ഇത്രയും ഹ്യൂജ് പെനൽറ്റി ഉള്ളതിനാൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നവരെല്ലാവരും നിർബന്ധമായും INC 20A ഫയൽ ചെയ്യുന്നത് മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്.